TMC ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ല്യൂടെക് സോളാർ സൊല്യൂഷൻസ്, പവർഡ് ബൈ മയിൽ ഫുഡ് സ്റ്റഫ്സ്, മൂക്കന്നൂർ, സിറ്റി ടവർ, സിറ്റി വിയർ ആൻഡ് സിറ്റി ഷൂസ്, അങ്കമാലി ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. യുഎസുമായി വ്യാപാര ഉടമ്പടികൾ ഉണ്ടാക്കുന്ന രാജ്യങ്ങൾക്ക് മുന്നറിയിപ്പുമായി ചൈന. യുഎസിനെ പിന്തുണയ്ക്കുന്നതും ചൈനയുടെ താൽപര്യങ്ങൾക്ക് വിരുദ്ധമായതുമായ വ്യാപാര ഉടമ്പടികളിൽ ഏർപ്പെടുന്ന രാജ്യങ്ങൾ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്ന് ചൈനീസ് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. മറ്റു രാജ്യങ്ങൾക്ക് യുഎസ് 10% താരിഫ് ഏർപ്പെടുത്തിയപ്പോൾ ചൈനയ്ക്ക് ഇത് 145%. മറുപടിയായി യുഎസ് ഉൽപ്പന്നങ്ങൾക്ക് ചൈന താരിഫ് 125% വർദ്ധിപ്പിക്കുകയും ചെയ്തിരുന്നു. പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ 30-കാരിക്ക് 20 വർഷം തടവ് ശിക്ഷ. രാജസ്ഥാനിലെ ബണ്ടിയിലുള്ള പോക്സോ കോടതിയുടേതാണ് വിധി. ലലിബായ് മോഗിയ എന്ന യുവതി 45,000 രൂപ പിഴയടയ്ക്കണമെന്നും കോടതി ഉത്തരവിട്ടു. അഹമ്മദാബാദിൽ ബജ്റംഗ് ദൾ ഈസ്റ്റർ പ്രാർത്ഥന തടസ്സപ്പെടുത്തിയെന്ന് പരാതി. പ്രൊട്ടസ്റ്റന്റ് വിഭാഗം നടത്തിയ പ്രാർത്ഥനാ യോഗത്തിനിടെയാണ് ബജ്റംഗ് ദൾ പ്രവർത്തകർ എത്തിയത്. മതപരിവർത്തനം ആരോപിച്ചാണ് അക്രമം. വടിയുമായി എത്തിയ സംഘം പ്രാർത്ഥന തടസ്സപ്പെടുത്തുകയായിരുന്നു. ഞായറാഴ്ച രാവിലെ 100ഓളം ക്രിസ്ത്യാനികൾ ഹാളിനുള്ളിൽ ഈസ്റ്റർ പരിപാടിയിൽ പങ്കെടുക്കുന്നതിനിടെയാണ് സംഭവം നടന്നത്. ഷൈൻ ടോം ചാക്കോ പ്രതിയായ ലഹരി കേസ് പുരോഗതി വിലയിരുത്തുവാൻ കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ അന്വേഷണ സംഘം യോഗം ചേരും. ഷൈനെ 2ാം ദിനം ചോദ്യം ചെയ്യുവാൻ എപ്പോൾ വിളിച്ചു വരുത്തണമെന്ന് ഇന്ന് തീരുമാനമെടുക്കും. നോർത്ത് പോലീസ് സ്റ്റേഷനിൽ നീണ്ട 4 മണിക്കൂർ ചോദ്യം ചെയ്യലിന് ശേഷമായിരുന്നു നിർണായക വിവരങ്ങൾ ഷൈൻ വെളിപ്പെടുത്തിയത്. സിനിമാ മേഖലയിൽ പ്രമുഖർ പലരും ലഹരി ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ പേര് തനിക്കും മറ്റൊരു നടനും മാത്രമാണ്. ഈ പ്രസരിപ്പ്, ആരോഗ്യം, എല്ലാത്തിനും അടിസ്ഥാനം ചിട്ടയായ ആഹാരരീതിയാണ്. തിരഞ്ഞെടുത്ത നെല്ലിൽ നിന്നും പോഷക ഗുണങ്ങൾ നഷ്ടമാവാതെ തയ്യാറാക്കുന്ന അതിവിശിഷ്ടമായ മട്ടയരി, മയിൽ മട്ടയരി. വൈറ്റമിൻസ്, മിനറൽസ്, പ്രോട്ടീൻസ്, ഫൈബർ തുടങ്ങിയവയാൽ സമ്പുഷ്ടമാണ് മയിലിന്റെ മട്ടയരി. കലർപ്പില്ലാത്ത മയിൽ മട്ടയരി ഒരിക്കൽ ഉപയോഗിച്ചവർ ശീലമാക്കുന്നു. എന്നെപ്പോലെ മയിൽ റൈസ് ആൻഡ് ഫുഡ് പ്രോഡക്ട്സ്, ശ്രേഷ്ഠം സമ്പുഷ്ടം. കർണാടക മുൻ DGP ഓം പ്രകാശിനെ ബംഗളൂരുവിലെ വീട്ടിൽ കുത്തിക്കൊലപ്പെടുത്തിയ നിലയിൽ കണ്ടെത്തി. സൌത്ത് ഈസ്റ്റ് ബംഗളൂരുവിലെ HSR ലേ ഔട്ടിലുള്ള വസതിയിൽ ഞായറാഴ്ച വൈകിട്ടോടെയാണ് രക്തത്തിൽ കുളിച്ച നിലയിൽ മൃതദേഹം പോലീസ് കണ്ടെത്തിയത്. ബീഹാറിലെ ചമ്പാരൻ സ്വദേശിയാണ്. 3 നിലകളുള്ള വീടിന്റെ താഴത്തെ നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. ഭാര്യ പല്ലവിയെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു. ഞായറാഴ്ച വൈകിട്ട് പല്ലവി തന്റെ സുഹൃത്തായ സംസ്ഥാനത്തെ മറ്റൊരു വിരമിച്ച IPS ഉദ്യോഗസ്ഥന്റെ ഭാര്യയോട് വീഡിയോ കോൾ ചെയ്ത് ആ പിശാചിനെ താൻ കൊന്നുവെന്ന് പറഞ്ഞതായി പോലീസ് ഉദ്യോഗസ്ഥൻ അറിയിച്ചു. കോതമംഗലത്ത് സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിനിടെ ഗാലറി തകർന്നുണ്ടായ അപകടത്തിൽ സംഘാടക സമിതിക്കെതിരെ പോലീസ് കേസെടുത്തു. വ്യക്തിഗത സുരക്ഷ അല്ലെങ്കിൽ ജീവൻ അപകടപ്പെടുത്തുന്നതിന് എതിരെയുള്ള വകുപ്പുകൾ ചുമത്തിയാണ് പോത്താനിക്കാട് കേസെടുത്തത്. അപകടത്തിൽ 52 പേർക്ക് പരിക്കേറ്റു. രാത്രി ടൂർണമെന്റിന്റെ ഫൈനൽ മത്സരം ആരംഭിക്കുന്നതിന് മുൻപായിരുന്നു അപകടം. അടിവാട് മാലിക് ദിനാർ സ്കൂൾ ഗ്രൌണ്ടിൽ നിർമ്മിച്ച താൽക്കാലിക ഗാലറിയുടെ കാലുകൾ മഴയിൽ മണ്ണിൽ പുതഞ്ഞതാണ് അപകട കാരണമെന്ന് കരുതുന്നു. കവുങ്ങിന്റെ തടി കൊണ്ട് നിർമ്മിച്ച താൽക്കാലിക ഗാലറിയാണ് തകർന്നത്. 4000-ഓളം പേരാണ് മത്സരം കാണുവാനായി എത്തിയത്. 2 ആഴ്ചയായി സ്ഥലത്ത് സെവൻസ് ഫുട്ബോൾ മത്സരം നടക്കുന്നുണ്ട്. അവധി ദിവസമായതിനാൽ നിരവധി പേരാണ് മത്സരം കാണുവാനായി എത്തിയത്. തൃശൂർ ചാലക്കുടിയിൽ രോഗിയുടെ കൂട്ടിരിപ്പുകാരൻ ആംബുലൻസ് അടിച്ച് തകർത്തെന്ന പരാതി. കുടപ്പുഴ സ്വദേശി ഷിൻറ്റോ സണ്ണിയാണ് അക്രമം നടത്തിയത്. പ്രതിയെ ചാലക്കുടി പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇന്നലെ രാത്രിയാണ് സംഭവം നടന്നത്. ഷിൻറ്റോയുടെ സഹോദരൻ സാന്റോയെ ബൈക്ക് അപകടത്തിൽ പരിക്കേറ്റ് ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. ഇവിടെ നിന്നും സെന്റ് ജെയിംസ് ആശുപത്രിയിലേക്ക് മാറ്റുവാൻ ആംബുലൻസ് എത്തിയപ്പോൾ അക്രമാസക്തനാവുകയായിരുന്നു.
ഗാന്ധിജിയെ ട്രെയിനിൽ നിന്നും പുറത്താക്കിയത് ഇംഗ്ലണ്ടിൽ വച്ചെന്ന് രാഹുൽ ഗാന്ധി. തന്റെ പാർട്ടി സഹപ്രവർത്തകനായ സന്ദീപ് ദീക്ഷിതുമായി നടത്തിയ പോഡ്കാസ്റ്റിൽ സംസാരിക്കുകയായിരുന്നു രാഹുൽ ഗാന്ധി. ഗാന്ധിജിയെ ട്രെയിനിൽ നിന്നും പുറത്താക്കിയതിന് തന്റെ മുതുമുത്തച്ഛനായ നെഹ്റു അപമാനത്തിന് ഇന്ത്യയിൽ വച്ച് ബ്രിട്ടീഷുകാരോട് പ്രതികാരം ചെയ്തുവെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.